ഈ സൂറത്ത് നൽകുന്ന ചില പാഠങ്ങളും ചില സന്ദേശങ്ങളും ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു ചെറിയ സൂറത്ത് ഈ ഒരു മണിക്കൂർ കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തുൻ നസ്ർ. ഒന്ന് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ فسبح بحمد ربك واستغفره إنه كان توابا. സൂറത്തുൻ നസ്ർ എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ ജനങ്ങൾ അല്ലാഹുവിന്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ നീ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം നീ അവനെ പ്രകീർത്തിക്കുകയും നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. തീർച്ചയായും അവന് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നസ്ർ. അതിൻ്റെ ഒരു ഏകദേശമുള്ള ഒരു തർജിമയാണ്, ഒരു പരിഭാഷയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരൊറ്റ ആയത്തിൻ്റെ ഈ വിശദീകരണം. നമുക്കിതിനെക്കുറിച്ചൊന്ന് പഠിക്കാം. എന്താണ് അള്ളാഹു ഈ സൂറത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? നാമൊക്കെ പാരായണം ചെയ്യുന്ന ഈ സൂറത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ഇതിൽ നിന്ന് ഒരു മനുഷ്യന് പഠിക്കാനുള്ള പാഠം എന്താണ്? എന്താണ് അവൻ ഉൾക്കൊള്ളേണ്ടത്? എന്താണ് ഈ ഖുർആനിലെ ഈ സൂറത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. അല്ലാതെ നിസ്കരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ഓതിക്കളയലും മാത്രമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നസ്ർ നമുക്ക് പറഞ്ഞു തരികയാ. ഇന്നത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു അധ്യായമാണ് സൂറത്തുൻ നസ്ർ. ആ സൂറത്തുൻ നസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായിട്ട് അല്ലാഹു പറയുകയാണ്, ഖുർആൻ പൂർണ്ണമായി അവതരിപ്പിക്കട്ട അവസാന സൂറത്താണിത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ഈ 114 അധ്യായങ്ങളിൽ അവസാനമായിട്ട് ഇറങ്ങിയ അധ്യായമാണെന്ന് പണ്ഡിതന്മാര് സ്വഹാബികൾ പറഞ്ഞു തരികയാ. സൂറത്തുൻ നസ്ർ എന്ന് പറയുന്ന ഈ അധ്യായമുണ്ടല്ലോ, ഇന്ന് പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കുമ്പോൾ പടച്ചവനെ, ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ, രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ആലി ഇംറാൻ. പടച്ചവനെ ഇങ്ങനെ നിസാഉം മാഇദയും അൻആമും അഅറാഫുമായിട്ട് ഇങ്ങനെ സൂറത്തുകൾ നിരന്നിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെ ഇങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചല്ലോ. നുബൂവത്ത് കിട്ടിയതിനു ശേഷം അല്ലാഹുവിന്റെ പ്രവാചകന് 10 വർഷം ഒരു സ്ഥലത്തും 13 വർഷം മറ്റൊരു സ്ഥലത്തും മക്കയിലും മദീനയുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് 40ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഇന്ന് പടച്ചവനെ, മക്കത്ത് പോകുന്നവർക്ക് കാണാം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ആ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു പോകാൻ എന്തൊരാഗ്രഹമെന്നറിയുമോ? വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇന്നും ഏതെങ്കിലും ഒരു മനുഷ്യനാ മലയുടെ മുകളിൽ കയറണമെങ്കിൽ പടച്ചവനെ 45 മിനിറ്റോളം പാറയുടെ മുകളിലേക്ക് കഷ്ടപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ട്, കാറ്റാണ്, വല്ലാത്ത ഭയമാണ്. അങ്ങനെ കയറി പർവ്വതത്തിന്റെ ഏറ്റവും മുകൾ തട്ടിലെത്തിയിട്ട് അവിടെ അല്പം താഴേക്ക് ഇറങ്ങുകയാണ്. എന്തിനെന്നറിയുമോ? എവിടേക്കാണ് ഇറങ്ങി പോകുന്നതെന്നറിയുമോ? ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്നിങ്ങനെ പടികളിലൂടെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അടുത്തിരിക്കുന്ന 2 പാറകൾക്ക് ഇടയിലൂടെ പടച്ചവനെ, നേരെ ഒരു മനുഷ്യന് കടന്നു പോകാൻ കഴിയില്ലല്ലോ. അതാ നടന്നു പോകാൻ കഴിയാത്ത 2 പാറക്കെട്ടുകൾ അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഇഴയുന്നത് പോലെ അല്ലാഹുവേ, ഊഴം കാത്ത് നിന്നിട്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ പാറയുടെ ഇടയിലൂടെ ഇഴഞ്ഞങ്ങ് മുന്നോട്ട് ചെല്ലുമ്പോ ഒരു ഗുഹ കാണുകയാ.
ഏത് ഗുഹയെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40ാമത്തെ വയസ്സ് വരെ മുത്തുനബി പോയി ഒറ്റയ്ക്കിരുന്ന ഗുഹയുണ്ടല്ലോ, അവിടെ നിന്ന് നോക്കിയാൽ, ആ ഗുഹയുടെ അടുക്കലിരുന്ന് കൊണ്ട് നോക്കിയാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം കാണാം. ഇങ്ങനെ നോക്കുമ്പോ അള്ളാന്റെ പരിശുദ്ധമായ കഅബ കാണാം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒറ്റയ്ക്കവിടെ പോയിരിക്കുമായിരുന്നു. ഇപ്പൊ നമുക്കതിന്റെ മുകളിൽ കയറണമെങ്കിൽ വല്ലാത്ത പ്രയാസമാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ മലയുടെ മുകളിലേക്ക് കയറിയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് അവിടെ പോയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാൻ പടച്ചവനെ പരിശുദ്ധമായ കഅബയുടെ ഭാഗത്ത് നിന്ന് തന്റെ ഭർത്താവിന് കഴിക്കാനുള്ള ഭക്ഷണവുമായി പടച്ചവനെ ആ കിടക്കുന്ന ഏകാന്തവാസം നയിക്കുന്ന ആ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് ഖദീജ ബീബി കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാകുമോ സഹോദരാ. അല്ലാഹുവേ, അവിടെ ചെന്ന് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പം മക്കത്തും മദീനത്തും പോകുമ്പോ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് താഴെ കൊണ്ടുവന്ന് ഇറക്കി വിടും. പരിശുദ്ധ ഹറമിന്റെ അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റിയിട്ട് താഴെ കൊണ്ടുവന്ന് ഇറക്കി വിടും. അവിടെ നിന്ന് ആ പർവ്വതത്തിന്റെ മുകൾ തട്ട് വരെ ഒന്ന് കയറുമ്പോൾ തന്നെ നമ്മളിൽ പലർക്കും പേടിയ. നമ്മൾ ചിന്തിക്കണം, വളരെ പ്രയാസമാണ് സത്യം പറഞ്ഞാൽ. ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ അവിടെ ചെല്ലുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട്. എന്താ അങ്ങനെ ഒന്നുമില്ല, അല്പം വെള്ളം കിട്ടണമെങ്കിൽ ഏറ്റവും മുകളിൽ കയറി പോകണം. വല്ലാതെ അണച്ചണച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് ആ പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങണം. എല്ലാവരും മുകളിൽ വരെ ചെല്ലും, താഴോട്ടിറങ്ങില്ല. കാരണം താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 2 പാറകൾക്കിടയിലൂടെ ഇങ്ങനെ നിരങ്ങി അകത്തേക്ക് കയറണം. നേരെ ഇങ്ങനെ നടന്നു കയറാൻ കഴിയില്ല, അത്രയും പ്രയാസമാണ്. അങ്ങനെ കയറി ചെന്നിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന ആ ഗുഹയ്ക്കകത്തിരുന്നിട്ട് ദുആ ചെയ്യാൻ. നമ്മളിപ്പോൾ പോകുമ്പോൾ നമുക്കിത്ര പ്രയാസമെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു തആല 2 പ്രാവശ്യം പോകുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുക. ഇത്രയും ഹറമിൻ്റെ അവിടെ നിന്ന്, ഹറമിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നടന്ന് അവിടെ വരെ സുബ്ഹാനല്ലാഹ് ഒറ്റയ്ക്ക്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നാം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെയാണ് കഷ്ടപ്പാട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ഗുഹയ്ക്കകത്ത് പ്രവാചകൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ ആയത്ത് ഓതുകയാണ്. ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പരിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ അധ്യായം അവിടെ നിന്ന് ഓതി കൊടുക്കുകയാണ്. പിന്നെ പടച്ചവനെ പല പല പ്രാവശ്യങ്ങളിൽ ഇങ്ങനെ സൂറത്തുകൾ ഇറങ്ങുകയാണ്. അവസാനമല്ലാ എങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായതെന്നറിയുമോ? അവസാനമായിട്ടിറങ്ങിയ അധ്യായം ഏതെന്നറിയുമോ? അവസാനമായിട്ടിറങ്ങിയ സൂറത്ത് ഏതെന്നറിയുമോ? അവിടെ നിന്ന് പറയുകയാണ്, അൻ ഉബൈദില്ലാഹി ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ഉത്ബ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല ലീ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തഅലമു വഖാല ഹാറൂൻ തദ്രി ആഖിറു സൂറത്തിൻ نزلت من القرآن نزلت جميع كلنا قلت نعم إذا جاء نصر الله
എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ അവസാനമായിട്ട് ഇറങ്ങിയ അധ്യായം അത് സൂറത്തുൻ നസ്റാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാ. മഹാനായ ഉബൈദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉത്ബ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അൻഹുമാ എന്നോട് ചോദിച്ചു, ഖുർആൻ മുഴുവനായി ഒരുമിച്ച് അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ സൂറത്തേതാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ നിന്ന് ചോദിക്കുന്നു, ഖുർആൻ പൂർണ്ണമായിട്ട് ഇറക്കപ്പെട്ട അവസാനത്തെ സൂറത്തേതാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ ആ സമയത്ത് പറഞ്ഞു, ഏതാണെന്ന് നിനക്കറിയുമോ? ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിക്കുകയാ, ഏതാണെന്ന് നിനക്കറിയുമോ? എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ പറഞ്ഞു തരാം, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്താണെന്ന് മഹാനായ സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പല സൂറത്തുകൾ പലതും പറയുന്നുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്താണെന്ന് പറയുന്നവരുണ്ട്. എങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സാധാരണ സഹാബിയല്ല, ഖുർആനുമായിട്ട് അത്രയും ബന്ധമുള്ള സ്വഹാബി പറയുന്നു, അവസാനത്തെ അധ്യായം, അവസാനമായിട്ടിറങ്ങിയ സൂറത്ത്, നമുക്ക് അങ്ങനെ കാണാം, ആയത്തെന്നല്ല പറഞ്ഞത്, അവസാനമായിട്ടിറങ്ങിയ അധ്യായം അത് സൂറത്തുൻ നസ്ർ ആയിരുന്നു എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നാം പാരായണം ചെയ്യുമ്പോൾ ഇനി മുതൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് സൂറത്തുൻ നസ്ർ പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്, ഖുർആനിൽ അവസാനം ഇറങ്ങിയ അധ്യായം ഈ അധ്യായമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അവസാനമായിട്ട് ഇറങ്ങിയത്. ആ ബോധത്തോടു കൂടി വേണം ഞാനും നിങ്ങളും പാരായണം ചെയ്യാൻ. രണ്ടാമതായിട്ടോ, അല്ലാഹുവിൽ നിന്നുള്ള സഹായവും അന്തിമ വിജയവും ഇസ്ലാമിന് തന്നെയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു പാഠമാണ്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ്. ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയുമോ? അവസാന വിജയം ഇസ്ലാമിനാ. അവസാന വിജയം ഇസ്ലാമിനാ. ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാ. അല്ലാഹുവിന്റെ സഹായവും അവസാനത്തെ വിജയവും ഇസ്ലാമിന് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് അറിയിക്കുകയാണ് മക്കാ വിജയത്തിന്. ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ പാഠം അന്തിമ വിജയം, അല്ലാഹുവിന്റെ സഹായവും അന്തിമ വിജയവും ഇസ്ലാമിനാണെന്ന് ഈ ഖുർആനിന്റെ ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കാ വിജയത്തെ തുടർന്ന് അറേബ്യൻ ഭൂഖണ്ഡം മുഴുവനും ഇസ്ലാമിന് കീഴടങ്ങി. നമുക്കറിയാം മക്കാ വിജയം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശത്രുക്കൾ മുഴുവനും പരാജയപ്പെട്ടു പോയി. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം മക്കാ വിജയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ തന്നെയുണ്ട്. മദ്രസകളിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ. മക്കാ വിജയത്തിനു ശേഷമാണ് അറേബ്യൻ ഭൂഖണ്ഡം മുഴുവനും ഇസ്ലാമിന് കീഴടങ്ങി. അറേബ്യ മുഴുവനും സത്യവിശ്വാസികളുടെ കയ്യിലേക്ക് വന്നു. മനുഷ്യത്വം എല്ലാ നിയമങ്ങളും നടപ്പിലായത് അപ്പോഴായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഖുറൈശികൾക്ക് തന്നെ മനസ്സിലായി, ഇനി മുഹമ്മദിനെയും അനുയായികളെയും പരാജയപ്പെടുത്താൻ പറ്റൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശികൾക്ക് തന്നെ മനസ്സിലായി, ഇനി ഒരു രക്ഷയുമില്ല, ഇനി മുഹമ്മദിനെയും തന്റെ അനുയായികളെയും പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോൽവി സമ്മതിക്കുന്നൊരവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പഠിക്കണം, നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട് മക്കക്കാർ. ഖുറൈശികൾ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ചരിത്രമെടുത്തു നോക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയിറക്കിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവർ രണ്ടുപേരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുകയാണ്.
മക്കയിൽ നിന്ന് ഹിജറ പോകുമ്പോൾ അവസാനം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് മക്കയിലേക്ക് നോക്കിയിട്ട് റസൂലുള്ള കരയുകയാ. സ്വന്തം നാട് നോക്കിയിട്ട്, ജനിച്ചു വളർന്ന് കളിച്ച് നടന്നിരുന്ന സ്വന്തം നാട്, ആ നാടിനെ നോക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. എന്നിട്ട് സ്വന്തം നാടിനോട് വിളിച്ചു പറഞ്ഞു, മക്കയോട് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, പക്ഷേ നിന്റെ നാട്ടുകാർ അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അത്രയും പ്രവാചകൻ നിറകണ്ണുകളോടെയാണ് മക്കയിൽ നിന്ന് പോയത്. വല്ലാത്ത പീഡനങ്ങളായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ആയവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ക്രൂരമായ രീതിയിൽ, ഇന്നത്തെ പോലെയുള്ള പീഡനങ്ങളൊന്നുമല്ല, വല്ലാത്ത പീഡനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പീഡനത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. അവസാനം അവിടെ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള അവസരം കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വന്തം നാട്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്ന നാട്, ആ നാട്ടിൽ നിന്നാണ് ശത്രുക്കളെ പുറത്താക്കുന്നത്. അല്ലാഹുവിൻ്റെ പ്രവാചകനോടും സ്വഹാബത്തിനോടും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് പഠിക്കേണ്ടത് ഇവിടെ നിന്നാ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ നേതാവുണ്ടല്ലോ, ആ നേതാവിനെയാണ് ഇന്നത്തെ നേതാക്കന്മാര് കണ്ടുപഠിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ ഇസ്ലാമായവരെ മുസ്ലിമായവർക്കെതിരെ ഖുറൈശികൾ അവിടെ നിന്ന് അക്രമങ്ങൾ തുടങ്ങുമ്പോ, പീഡനങ്ങൾ തുടങ്ങുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാ, നിങ്ങളൊക്കെ മദീനയിലേക്ക് പൊക്കോ. പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മിസ്അബ് തങ്ങൾ ഉൾപ്പെടെ, മിസ്അബ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല പല സ്വഹാബികളോടും പറഞ്ഞു, നിങ്ങളൊക്കെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പൊക്കോ. സാധാരണ നിങ്ങൾ മനസ്സിലാക്കണം, സാധാരണ ആദ്യം പോകുന്ന നേതാവാണ്. ഇപ്പൊ തന്നെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടക്കാറുണ്ടില്ലേ? ലാത്തി ചാർജ് വന്ന ആദ്യം ആരോടും? ഏത് നേതാവാ പടിയുള്ളെന്ന്? എന്താ സജീനെ? ലാത്തി ചാർജത്തിൽ നേതാക്കന്മാർക്കൊന്നും അടി കിട്ടണില്ലല്ലോ. സ്വന്തം ശരീരമല്ലേ ആദ്യം നോക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പോയി, ഇനി അവശേഷിക്കുന്നത് മക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, അലിയാര് തങ്ങൾ, അങ്ങനെ തുടങ്ങിയ പ്രായം ചെന്ന കുറെ പ്രായപ്പെട്ട പ്രായം ചെന്ന സഹാബികൾ, ബാക്കി എല്ലാവരും പോയി. എല്ലാവരും പോയതിന് ശേഷമാണ് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ നേതാവെന്ന് പറഞ്ഞ, അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം, എല്ലാവരും സേഫ് ആയതിനു ശേഷം അവസാനമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത്. അപ്പോഴാണ് മുത്തുനബി നിറകണ്ണുകളോടെ പറഞ്ഞിട്ട് പോയത്. സ്വന്തം നാടിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അവസാനം മദീനത്ത് പോയതിനു ശേഷം ഒരുപാട് യുദ്ധങ്ങൾ ചെയ്ത് അവസാനം മക്കാ വിജയം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കിട്ടുകയാണ്. മുസ്ലിമീങ്ങൾ വിജയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വിജയം കിട്ടിയതിന് ശേഷമാണ് പലതും ഇസ്ലാമിന്റെ കയ്യിലേക്ക് കടന്നു വന്നത്. നിങ്ങൾ ചരിത്രം പഠിക്കണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ കയ്യിൽ പറഞ്ഞു കൊടുത്തു, സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, കിസ്രയെയും കൈസറുമെല്ലാം തകർന്നു പോകുന്നതിനെ കുറിച്ച്, അവരുടെ സിംഹാസനവും അവരുടെ കിരീടങ്ങളും അവരുടെ വളകൾ പോലും ഏത് സഹാബിയുടെ കയ്യിലാണ് കിടക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്ക്, ബദറിന്റെ രണാങ്കണമൊക്കെ നിങ്ങൾ പഠിക്കണം. പ്രവാചകൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇവിടെ കിടക്കും മുത്തുബ, ഇവിടെ കിടക്കും അബൂജഹല്, ഇവിടെ കിടക്കും മുത്തുബത്ത്, ഇവിടെ കിടന്ന് മരിക്കും ശൈബത്ത്, വരച്ച് കാണിച്ചു കൊടുത്തു. നാളെ ഇവിടെയാണ് വീണ് മരിക്കുന്നത് എന്ന്. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കണേ? മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞ സ്വഹാബിയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, കിസ്രയുടെ കിസ്രയുടെ ഭരണാധികാരിയുടെ കയ്യിൽ കിടക്കുന്ന വള നിന്റെ കയ്യിൽ കിടക്കും. കാണിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം, അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും, അന്തിമ വിജയവും നമുക്ക് തന്നെയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സംശയം വല്ലതും ഉണ്ടോ? സംശയം വല്ലതും ഉണ്ടോ? ഒരു സംശയമില്ല. ഈ ഓളവും ബഹളമൊക്കെ വെറുതെയാ. നിങ്ങളിപ്പം തന്നെ എടുത്തു നോക്ക്, എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, എന്തൊക്കെയായിരുന്നു, ഇപ്പോൾ വല്ലതും ഉണ്ടോ? എന്തൊക്കെയായിരുന്നു
കമഴ്ന്ന് കിടത്തിയിട്ട് തുപ്പിയതുപോലെ ഇപ്പം അവരുടെ തലയുടെ മുകളിലേക്ക് തന്നെ കണക്കുകളൊക്കെ വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇങ്ങനെ കഞ്ചാവും കള്ളും കൊടുത്തിട്ട് അടിച്ചുകൊണ്ട് വരികയാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച അച്ഛൻ ഇപ്പം കണക്ക് കണ്ടപ്പോൾ കണ്ണ് തള്ളിയിട്ട് തിരിഞ്ഞു നിൽക്കുക, പറഞ്ഞു പോയല്ലോ എന്നാലോചിച്ചിട്ട്. എക്കരയാണെങ്കിലും അവസാനം നമ്മുടെ കയ്യിൽ തന്നെ വരും. അള്ളാഹുവിൻ്റെ സഹായവും അന്തിമ വിജയവും നമുക്ക് തന്നെയാ. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ഒഴുകുകയല്ലേ. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഇങ്ങനെ വരികയാ. ആരും വഅദ് പറഞ്ഞിട്ട് കൊണ്ടുവന്നതല്ല. അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കിയപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ സ്വന്തമായിട്ട് പരാജയം സമ്മതിച്ചു. ഞങ്ങൾ തോറ്റു, ഞങ്ങൾക്കറിയാം ഇനി നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റൂല, ഞങ്ങൾക്കിനി നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല, നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ ശക്തിക്ക് മുമ്പിൽ ഞങ്ങൾ തോറ്റുപോയി എന്ന് പറഞ്ഞ് ഖുറൈശികൾ വന്നിട്ട് മുട്ടുമടക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പവർ, പരിശുദ്ധമായ ഖുർആനിന്റെ പവർ. അബൂജഹൽ പറയുമായിരുന്നു, നിങ്ങൾ മുഹമ്മദ് ഖുർആൻ ഓതുമ്പോൾ കേൾക്കരുത്, ചെവിക്കകത്ത് കൈയിട്ടുകൊണ്ട് നടക്കണം. എന്തേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഹമ്മദ് പറയുന്നത് നിങ്ങൾ ആരും കേൾക്കരുത്. ആദ്യം പറഞ്ഞു അബൂജഹൽ മുത്തുബയൊക്കെ പറഞ്ഞു മുഹമ്മദ് പറയുന്നത് കേൾക്കരുത്, അവൻ പറയുന്നത് കേൾക്കാൻ പാടില്ല. അവസാനം പലരും പറയുന്നു അവൻ പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു ചെവിക്കകത്ത് കൈയിട്ടേക്കാൻ. കാരണം എന്തേ, കേട്ട് കഴിഞ്ഞാൽ നന്നായി പോകും. ഖുർആൻ ഓതുന്നത് കേട്ടാൽ നിങ്ങൾ കേൾക്കാത്തവരെ പോലെ നടക്കണം. കാരണം നിങ്ങൾ നന്നായി പോകും ആ പേടിച്ചിട്ട്. എന്നാ നിങ്ങൾ മനസ്സിലാക്ക്, ഒരു പാതിരാത്രിയിൽ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. രാത്രി നോക്കുമ്പോൾ ഒരാൾ തലയിൽ തുണിയിട്ടിട്ട് പതുങ്ങിയിരിക്കുന്നു. കുറച്ചപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ വേറൊരാളിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതുന്നത് നിർത്തിയപ്പോൾ എഴുന്നേറ്റ് പോകുമ്പോൾ 3 പേരും പരസ്പരം കണ്ടു. 1 അബൂജഹൽ, 2 ഉത്ബത്ത്, 3 ശൈബത്ത്. ഇവർ പകല് മുഴുവനും പറഞ്ഞു മുഹമ്മദ് ഖുർആൻ ഓതുന്നതും പറയുന്നതും കേൾക്കരുത് എന്ന് പറയുന്നവരാ. പക്ഷെ നീ എന്തിനാളിയാ വന്നേ നമ്മൾ ചോദിക്കൂലേ? അവിടെ നിന്ന് ചോദിച്ച അബൂജഹൽ ചോദിച്ചു, നീ രാത്രി ഇവിടെ വന്നേ എന്തിനാ? ഇത്രയൊക്കെയാണെങ്കിലും മുഹമ്മദ് ഓതുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്, അതുകൊണ്ട് വന്നെയാണ്. അപ്പോഴേ ഒരു പറയണം, നമ്മൾ പകല് മുഴുവൻ ജനങ്ങളോട് പറയുന്നത് ഇത് കേൾക്കാൻ പാടില്ല എന്നല്ല, അതുകൊണ്ട് വരരുത് കേട്ടോ, ഇനി വരരുത്. ശരി, ഇനി നമ്മൾ വരൂല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം രാത്രി 3 അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇവര് വന്നു. കാരണം അപ്പോഴും പറഞ്ഞത് എന്തോ മനസ്സ് വല്ലാതെ കേൾക്കാൻ കൊതിക്കുകയാ. ഇത്രയും മനോഹരമാണ് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ അന്തിമ വിജയം നമുക്കാണ്. ആരൊക്കെ തകർക്കാൻ നോക്കിയാലും, ഏതെല്ലാ ശക്തികൾ പരിശ്രമിച്ചാലും പടച്ചവനെ നമുക്കാണ് അന്തിമ വിജയമെന്ന പരിശുദ്ധമായ ഖുർആൻ. ജനങ്ങൾ ഒഴുകുകയാണ്, അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. പലരും പരാജയപ്പെട്ടു പോകുകയാണ്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കടന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ആകെ തകർന്നു പോവുകയാണ്. കാലിനടിയിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്നത് വരുമ്പോൾ, അങ്ങനെ കാലിനടിയിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്നത് കാണുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇസ്ലാമിന് ഒരുപാട് പട്ടങ്ങൾ ചാർത്തുകയാണ്. ഭീകരവാദിയെന്നും തീവ്രവാദിയെന്നും പടച്ചവനെ പല പല മോഡലുകളിൽ പരിശുദ്ധമായ ദീനിനെ സമൂഹത്തിന്റെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ വളരെ മോശമായി ചിത്രീകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് പണ്ടുമുണ്ടായിരുന്ന സഹോദര, ഒരുപാട് പേര് പരിശ്രമിച്ചവരാണ് അല്ലാഹുവിന്റെ ദീനിനെ തരം താഴ്ത്താൻ, അല്ലാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ തകർത്ത് കളയാൻ പലരും പരിശ്രമിച്ചിട്ട് എല്ലാവരും പരാജയപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നസ്ർ പറയുകയാ, അന്തിമ വിജയം ഇസ്ലാമിനാ.
മൈക്ക് കെട്ടിക്കെട്ട് വയത് പറയുന്നവനുമറിയാ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിനുമറിയാ ഒരു ദിവസം പരാജയപ്പെടുമെന്ന്. അവസാന വിജയം ഇസ്ലാമിനാണെന്ന് അവർക്ക് തന്നെ അറിയാ. അതുകൊണ്ട് ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയുമോ? അവസാന വിജയം നമ്മൾക്കാ. അതുകൊണ്ട് മുസ്ലിമേ ഭയപ്പെടണ്ട, പേടിക്കണ്ട മോനെ, നിനക്കാടാ വിജയമിരിക്കുന്നത്. എല്ലാവരും നിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകുകയാണ്. അതുകൊണ്ട് പേടിക്കണ്ട. ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടുകൊണ്ട് നീ ഭയപ്പെടണ്ട. മൂന്നാമതായിട്ടോ, ഈ മതത്തിൽ അല്ലാഹുവിന്റെ സഹായം തുടർന്നു കൊണ്ടിരിക്കുമെന്നുള്ളതിന്റെ അടയാളം ഈ സൂറത്ത് പഠിപ്പിച്ചു തരികയാ. അല്ലാഹുവിന്റെ സഹായമുണ്ടല്ലോ. ബദരീങ്ങളെ സഹായിച്ച അല്ലാഹ് ഉഹദിന്റെ രണാങ്കണത്തിലും പടച്ചവരെ പലപ്പോഴും സഹായിച്ച അല്ലാഹുണ്ടല്ലോ. അവരെ മാത്രമല്ല സഹായിക്കുന്നത്, നമ്മളെയും സഹായിക്കുമെന്നുള്ളതിനുള്ള ഒരു തെളിവുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, വിജയവും സഹായം ലഭിച്ചതിന് ശേഷമുള്ള നിർദ്ദേശം, അതിനവനോട് നന്ദി കാണിക്കാനും അവനെ സ്തുതിക്കുന്നതിനോടൊപ്പം അവനെ പ്രകീർത്തനം നടത്തുവാനും ഖുർആൻ പറയുകയാ. മൂന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ സഹായം ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്കുണ്ടാകുമെന്ന് ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട മൂന്നാമത്തെ പാഠം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ബദരീങ്ങളെ മാത്രമേ സഹായിക്കത്തുള്ളൂ? ഇല്ല, നമ്മളെയും സഹായിക്കും. അല്ലാഹ് ആരെന്നറിയോ? നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. അല്ലാഹു എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ കഅബാലയം, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കുന്നതിന് വേണ്ടി അബ്രഹത്തും അബ്രഹത്തിൻ്റെ ആനപ്പടയും വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരും കഅബാലയത്തിലേക്ക് പോകുന്നു. മക്കയിലേക്ക് ജനങ്ങൾ മുഴുവനും ഒഴുകുന്നത് കണ്ടപ്പോൾ അബ്രഹത്തിന് സഹിക്കുന്നില്ല. അബ്രഹത്ത് സ്വന്തം നാട്ടിൽ കഅബയെ പോലെ ഒന്ന് പണിതു ജനങ്ങൾ അങ്ങോട്ടടുപ്പിക്കാൻ. പക്ഷെ തോറ്റുപോയി, അവിടെ നിന്ന് പരാജയപ്പെട്ടു പോയി. അവസാനം ചരിത്രം പറയുന്നു, അബ്രഹത്ത് ആനപ്പടയുമായിട്ട് അല്ലാഹുവിൻ്റെ കഅബാലയം പൊളിക്കാൻ വരികയാണ്. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പ അബ്ദുൽ മുത്തലിബാണെന്ന് തോന്നുന്നു, നമുക്കെല്ലാവർക്കും ചരിത്രമറിയാം. കാലിൽ വരെ പിടിച്ചിട്ട് പാപ്പ അവിടെ നിന്ന് മൂത്താപ്പയോട് പറഞ്ഞു, ഷഹാദത്ത് കലിമ പറ, ഞാൻ രക്ഷപ്പെടുത്താം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അബ്രഹത്തും തൻ്റെ അനുയായികളും ആനപ്പടയുമായിട്ട് പരിശുദ്ധമായ കഅബാലയത്തിനെ തകർക്കാൻ വരുമ്പോൾ ആരോ വന്നിട്ട് അബൂതാലിബിനോട് പറഞ്ഞു, അബ്രഹത്ത് അല്ലാഹുവിൻ്റെ കഅബാലയം തകർക്കാൻ വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവിടുന്ന് മഹാനവറുകൾ കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, കഅബയുടെ നാഥ, നിന്റെ പള്ളി തകർക്കാൻ, നിന്റെ ഭവനം തകർക്കാൻ അബ്രഹത്തും ആനപ്പടയും വരുന്നുണ്ട്. നിന്റെ വീട് നീ തന്നെ നോക്കിക്കൊള്ളണം. ഇത് പറഞ്ഞതാരാ? ഒരു ഉസ്താദല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചിട്ട് പറഞ്ഞു, കഅബയുടെ നാഥ, നിന്റെ വീട് തകർക്കാൻ വരുന്നുണ്ട്, നീ നോക്കിക്കൊള്ളണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രമെടുത്ത് നോക്ക്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അബാബീൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രഹത്തിനെയും തൻ്റെ ആനപ്പടയും അല്ലാഹു തകർത്തത് ചെറിയ കിളികളുണ്ടല്ലോ, നമുക്കറിയാം. ചെറിയ കിളികൾ, അബാബീൽ എന്ന് പറയുന്ന പക്ഷികൾ, നരകത്തിൻ്റെ തീയുടെ കല്ലുകൾ കൊണ്ടുവന്ന് അവരുടെ ചുണ്ടിൽ നിന്ന് താഴേക്കിട്ടുകൊണ്ട് ആ വലിയ സൈന്യത്തെ തകർത്തു കളഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിൻ്റെ സഹായം ഈ കഅബാലയം ഒരു ദിവസം പൊടിക്കും. ഈ കഅബയാണ് ഒരു ദിവസം കഅബയുടെ മുകളിൽ കയറി നിന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വികലാംഗനായ മനുഷ്യനാണ് കഅബ പൊളിക്കുന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ സഹായം ഖിയാമത്ത് നാൾ വരെ ഈ മുസ്ലിം ഉമ്മത്തിനുണ്ടാകുമെന്ന് ഈ ഖുർആനിൻ്റെ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മൂന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് അല്ലാഹുവിൻ്റെ സഹായമാണ്. ആ റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകുമെന്ന് ഈ സൂറത്ത് നമുക്ക് പഠിപ്പിക്കുമ്പോ, എൻ്റെ
പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ചവനെ അവിടുന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ഈ സൂറത്തിൽ രണ്ട് ആയത്തുകൾ, രണ്ട് അടയാളങ്ങൾ പറയുകയാണ്. രണ്ടടയാളങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഈ മതത്തിനുള്ള സഹായം തുടർന്നു കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അവിടെന്ന് പറയുകയാണ്, ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നത് കണ്ടാൽ പടച്ചവനെ എവിടെന്ന് പറയുന്നു അല്ലാഹുവിന്റെ സഹായം കിട്ടുമെന്ന്. പിന്നെ എവിടെന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ സഹായം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന്. മറ്റൊരു സമുദായത്തിനും കിട്ടാത്ത, മറ്റൊരു ജനതയ്ക്കും കിട്ടാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഈ സൂറത്ത് പഠിപ്പിച്ചു തരികയാ. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. മുത്തുനബിയുടെ മരണം അടുത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്നുള്ളതിനുള്ള സൂചനയാണ് ഈ സൂറത്തെന്ന് ചരിത്രം പറയുകയാ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല അൻസല ഹാദിഹി സൂറ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പറയുക, ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ പാഠം, നാലാമത്തെ പാഠം, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നുള്ളതിന് ആദ്യത്തെ അടയാളം ഈ സൂറത്തായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അത് മഹാനവറുകൾ പറയുന്നു, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ എന്ന ഈ സൂറത്ത് നബിക്ക് ഇറങ്ങിയത് അയ്യാമു തശ്രീഖിന്റെ മധ്യത്തിലായിരുന്നു. വിടവാങ്ങാൻ സമയമായിരിക്കുന്നു എന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായെന്ന. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരഞ്ഞു. ഇവിടെ നിന്ന് ചോദിച്ചു, എന്തേ ഉമറേ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പൂർണ്ണമായി കഴിഞ്ഞാൽ എന്തേ പറയുന്നത്? ഇത് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ഇസ്ലാം പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ. അങ്ങയുടെ വഫാത്ത് അടുത്തു എന്നതിനുള്ള സൂചനയുണ്ട്. മഹാനായ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന വൃദ്ധന്മാരോടൊപ്പം ഒരു വലിയ സംഭവം തന്നെ ഇതിനകത്ത്. ചെറുപ്പമോ വലിപ്പത്തിനൊന്നും കാര്യമില്ല. ചിലർക്ക് പ്രായമായി, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുകയാ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികൾ അവർക്ക് ഇസ്ലാമി സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും മഹത്വമുള്ളവരാ ബദരീങ്ങൾ. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മജ്ലിസുന്നൂറൊക്കെ ഇപ്പോൾ മജ്ലിസുന്നൂറൊക്കെ പാരായണം ചെയ്യണം നമുക്ക് ഇൻഷാ അല്ലാഹ്. റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ ബദരീങ്ങൾ അള്ളാഹു അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വലിയ മഹത്വമുള്ളവരാ. അപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന വൃദ്ധന്മാരോടൊപ്പം, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന പ്രായമുള്ള സ്വഹാബികൾ ഇരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചിരുത്തും. ഇബ്നു അബ്ബാസ് തങ്ങൾ ചെറിയ കുട്ടിയാണ്. ഈ പ്രായമുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ ചെറിയ കുട്ടിയെ പിടിച്ചിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ എന്താ. അപ്പോൾ ഇവർക്ക് തന്നെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്തിനാ ഈ കുട്ടിയെ പിടിച്ചിരുത്തണേ, എന്തിനാ? ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാ, എന്തിനാ ഈ കുട്ടിയെ പിടിച്ചിരുത്തുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്നൊന്നും മിണ്ടിയില്ല. ഒരിക്കൽ ഈ കുട്ടി ആരാണെന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന് പറയുന്ന ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ
ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ ഉൾപ്പെടെ ആ പ്രായമുള്ളവരെ എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇങ്ങനൊരു ആയത്തിറങ്ങി, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ആ സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള പ്രായമുള്ളവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിചാരിക്കുന്നത്, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ എന്ന് അള്ളാഹു പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ എന്താണ് പറയുന്നത്? അവരിൽ ചിലർ പറഞ്ഞു, നമുക്ക് സഹായം ലഭിക്കുകയും വിജയം വന്നിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിനെ സ്തുതിക്കണം, ഇതാണ് ഇതിനർത്ഥമെന്ന്. അങ്ങനെ എല്ലാവരും ഓരോന്നും പറഞ്ഞു. അവസാനം ഉമർ റളിയല്ലാഹു തആല അൻഹു, ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചെറിയ കുട്ടിയെ, ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്താ പറയണേ? ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആ പറഞ്ഞതാണ് സത്യം. പ്രായത്തിൽ കാര്യമില്ല എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കണം. അറിവിൻ്റെ വിഷയം താടിയോ തലപ്പാവിലോ അല്ല, പ്രായത്തിലോ അല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് ഈ ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറയുകയാണ്, വിജയവും സഹായവും ലഭിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളണം. റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു പറയുകയാണ്, ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹ് പറയുകയാണ്, നബിയേ, അങ്ങയുടെ ജോലി കഴിഞ്ഞു നബിയേ, ഇസ്ലാം പരിപൂർണമായിരിക്കുന്നു, ജനങ്ങൾ മുഴുവനും ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങയുടെ ആവശ്യമില്ല, അങ്ങയുടെ ജോലി പൂർണ്ണമായിരിക്കുകയാണ്. അതുകൊണ്ട് മരണം അടുത്തു നബിയേ, ഫസബ്ബിഹു ബിഹംദി റബ്ബിക. അല്ലാഹുവിലേക്ക് മടങ്ങാ സമയമായി, അല്ലാഹുവിലേക്ക് മടങ്ങാ സമയമായി. അതുകൊണ്ട് നബിയേ, ഇബാദത്തുകൾ അധികരിപ്പിച്ചോ, മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോ. അതാ അവിടെന്ന് പറയുകയാണ്, വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പോലും അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ, ഈ ലോകം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അല്ലാഹു പറയുന്ന, ഒരുങ്ങു നബിയേ, സമയമടുത്തു നബിയേ, ഇബാദത്തുകൾ അധികമായി ചെയ്യ് നബിയേ, മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തു. അല്ലാഹുവിന്റെ പ്രവാചകന് പോലും അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം എടുത്തു നോക്ക്. പിന്നെ പ്രവാചകൻ അവിടെ നിന്ന് ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുകയാ. കാല് നീര് കെട്ടുന്ന രീതിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്ന് നിസ്കരിക്കുമ്പോ രണ്ട് കാലുമങ്ങ് നീര് കെട്ടുകയാണ്, രണ്ട് കാലുമങ്ങ് നീര് കെട്ടുകയാണ്. ആയിഷാ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ അങ്ങയുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, ഇനി എന്തെങ്കിലും വന്നാലും പുറത്തു തരുമല്ലോ, അങ്ങല്ലേ സ്വർഗം തുറക്കുന്നത്, പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? രാത്രി കാലങ്ങൾ മുഴുവനും ഈ കാല് നീര് കെട്ടുന്ന രീതിയിൽ എന്തിനാ നിസ്കരിക്കുന്നത്? മുത്തുനബിയോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അഫലാ അകൂന അബ്ദൻ ശകൂറാ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ. പടച്ചവനെ, പ്രവാചകന്റെ ഇബാദത്തുകൾ ഇരട്ടിയാക്കുകയാണ്.
അവിടുന്ന് രാത്രി മുഴുവനും നിസ്കാരങ്ങൾ പടച്ചവനെ അമിതമായി നിസ്കരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഒരു ഖത്തമോദിയ മുത്തുനബി 2 പ്രാവശ്യം അവിടുന്ന് ഖത്തം തീർക്കുകയാണ്. ഒരുപാട് നന്മകൾ തുടങ്ങി, സദഖകൾ വർദ്ധിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി. എന്തിനു വേണ്ടി എന്നറിയുവോ? മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോ എന്തെങ്കിലും വേണമല്ലോ. റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്തെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാ. ഈ സദസ്സിലിരിക്കുന്നവരെ നമുക്കിതുപോലെ അടയാളങ്ങൾ വന്നില്ലേ? നമുക്ക് മഹാനായ നബിയന റസൂലുള്ളാഹി 3 സ്വലാത്ത് സല്ലല്ലാഹു യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ മരണം അടുത്തു, ഇനി ഇങ്ങനെ നടന്നാ പോരാ, റെഡിയായിക്കോ, ഒരുങ്ങിക്കോ, തയ്യാറെടുപ്പുകൾ നടത്തിക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് ജിബ്രീൽ വരുവോ? നമുക്ക് ജിബ്രീൽ വരുവോ? പറ മനുഷ്യന്മാരെ, വരുവോ? സിറാജ മരണം അടുത്തിട്ടുണ്ട്, ഒരുങ്ങിക്കോ എന്ന് വന്ന് പറയുവോ? പറയുവോ? ഇല്ല. പിന്നെ ആര് വരും? പിന്നെ ആര് വരും? ഇങ്ങോട്ട് പറ, ഇനി ആര് വരും? അസ്രായീൽ പിന്നെ വരത്തുള്ളൂ. അടയാളങ്ങൾ വന്നു കഴിഞ്ഞു മരണത്തിന്റെ. നമുക്ക് വഹിയൊന്നും വരത്തില്ല, നമുക്ക് ഖുർആനിന്റെ ആയത്തൊന്നുമില്ല. നമ്മളെടുക്കൽ അടയാളങ്ങൾ പറയാൻ ആരും വരത്തില്ല. അടയാളം വരും, അടയാളങ്ങൾ വരും. ചരിത്രം പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കൂബിന് അവിടുന്ന് ചരിത്രം പറയുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബിയുടെ ചരിത്രം പറയുന്നു. യാക്കൂബ് നബിയും അസ്രായീൽ അലൈഹിസ്സലാമും തമ്മിൽ വലിയ കൂട്ടുകാരാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വരും. അവരങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. അപ്പോൾ ഒരിക്കൽ വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഞാൻ എപ്പോഴാ മരിക്കണേന്നൊന്ന് പറഞ്ഞു തരുമോ? എൻ്റെ മരണം എപ്പോഴാണെന്നൊന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ പറഞ്ഞു, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, അത് അള്ളാഹുവിനെ മാത്രമേ അറിയൂ. ഒരാൾ മരിക്കണം എപ്പോഴാന്ന് പറയാം. വമാ തദ്രീ നഫ്സുൻ ബി അയ്യി അർദിൻ തമൂത്ത്. ഒരാളുടെ മരണം അള്ളാഹ്ക്ക് അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. അപ്പൊ ചോദിച്ചു, വല്ല അടയാളമെങ്കിലും, എൻ്റെ മരണം അടുത്തു എന്നതിന് വല്ല അടയാളമെങ്കിലും ഉണ്ടോ? മരിക്കാൻ പേടി കൊണ്ടൊന്നുമല്ല, ഒന്ന് ഒരുങ്ങിയിരിക്കാനാ, ഒന്ന് തയ്യാറാകുന്നതിന് വേണ്ടിയ വല്ല അടയാളവുമുണ്ടോ? ആ സമയത്ത് പറഞ്ഞു കൊടുത്തു, മരണം വരുന്നതിന് മുമ്പ് 3 അതിഥികൾ വരും. 3 അതിഥികൾ വരും, അവർ വന്നിട്ടേ ഞാൻ വരത്തുള്ളൂ. ഇത്രേ പറഞ്ഞുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, ഒരു ദിവസം അസ്രായീൽ, കുറേ കാലം കഴിഞ്ഞിട്ട് അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, നീയല്ലേ പറഞ്ഞ 3 അതിഥികൾ വരുമെന്ന്, ഇതുവരെ ആരും വന്നില്ലല്ലോ. 3 അതിഥികൾ വരുമെന്ന് നീ പറഞ്ഞല്ലോ, ഇതുവരെ ആരും വന്നില്ല. അപ്പോഴാ പറഞ്ഞ, ആരാ പറഞ്ഞ് വന്നില്ല എന്ന്? അവിടെ നിന്ന് ഒന്നാമതായിട്ട് ചോദിച്ചു, ബയാലു ഷൈരിക ബഅദ സവാദി, തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങളുടെ നിറം മാറി വെളുത്തതായില്ലേ, അതായിരുന്നു ഒന്നാമത്തെ അടയാളം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നാമത്തെ അടയാളം എന്തായിരുന്നു? കറുത്ത രോമങ്ങളൊക്കെ വെളുത്തു. കറുത്ത രോമങ്ങളൊക്കെ ഇല്ലേ, വെളുത്തില്ലേ? വെളുത്തോ? നോക്കട്ടെ, മൊത്തം വെളുത്ത് കേട്ടാ, ഉടച്ചവനെ പാവപ്പെട്ടെ. വെളുത്തില്ലേ? അത് വണ്ണന്റെ തലയിൽ കറുത്ത വല്ലതും ഉണ്ടോ നോക്കണേ. ഇനി വെളുത്ത രോമങ്ങൾ നമ്മുടെ ശരീരത്ത് കാണുക, അത് മരണത്തിന്റെ അടയാളമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പറഞ്ഞ, ഒരുങ്ങിക്കൊള്ളാൻ. നമുക്ക് ഇങ്ങനെയുള്ള അടയാളങ്ങളാ വരിക, ഇങ്ങനെയുള്ള അടയാളങ്ങളാണ് വരിക. അപ്പൊ പുറകെ ഇരുന്നിട്ട് പുള്ളന്മാര്, ചെറുപ്പക്കാർ പറയുക, എൻ്റെ മുടിയൊന്നും നരച്ചിട്ടില്ല കേട്ടാ. നരച്ചിട്ടുണ്ടോ? നമ്മുടെ മുടി നരച്ചിട്ടില്ല. അപ്പൊ അതിനടയാളം സമയം ആയില്ല എന്നല്ല, ചിലപ്പോൾ നരയ്ക്കൊന്നും വേണ്ട, ഒറ്റയടിക്ക് പോന്ന് കണ്ടിട്ടില്ലേ? എടാ, മുടി നരച്ചാലേ മരിക്കൂ എന്നല്ല അതിനർത്ഥം. മുടിയൊന്നും നരയ്ക്കേണ്ട സമയമായ പോകും. ഇതൊരു അടയാളം മാത്രമേ ഉള്ളൂ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ അള്ളാഹു പറയുകയാ, ഒരുങ്ങിക്കോ. എന്നോട് ഞാൻ പറയുന്നു, നിങ്ങളോട് നിങ്ങളുടെ മനസ്സാക്ഷിയോ. നമ്മൾ മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്ത്. അള്ളാഹുവിന്റെ റസൂലിനോട് പോലും അള്ള പറഞ്ഞു ഒരുങ്ങാൻ. അപ്പൊ പിന്നെ നമ്മൾ ഒരുങ്ങണോ?
നമ്മൾ ഒരുങ്ങണോ? എങ്ങനെയാ ഒരുങ്ങേണ്ടത്? നല്ല ഇബാദത്തുകൾ അധികമായിട്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്ക്, ഇബാദത്തുകൾ വർദ്ധിപ്പിക്ക്, നന്മകൾ അധികമായി ചെയ്യ്. നിസ്കാരമൊക്കെ എത്ര കള്ളാക്കി, എത്ര നിസ്കാരം കള്ളാക്കി. പടച്ചോനെ, എപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ പെണ്ണുങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കണമെന്നിരിക്കുമായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം, ഫർദ് നമസ്കാരങ്ങൾ ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ സുന്നത്ത് നിസ്കരിച്ചാൽ സ്വീകരിക്കില്ല എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഫർദ് നമസ്കാരങ്ങൾ ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന രീതിയിൽ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു. എന്താ അതിൻ്റെ മസലയെന്ന് എനിക്കും അറിയില്ല. നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട് നിങ്ങൾ? പലരും അങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോൾ പിന്നെ സുന്നത്ത് നിസ്കരിക്കണ്ടല്ലോ, കുറേ ഫർദ് ഖളാ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ ആ ഫർദ് വിട്ടാതെ പൊന്നാര ചങ്ങാതിമാരെ, ഓരോ വഖത്ത് നിസ്കരിക്കുമ്പോഴും അതിൻ്റെ കൂടെ സുന്നത്തുകൾ നിസ്കരിക്കണം. ആ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഖളാ ആയി പോയ ഒരു ഫർദ് നിസ്കാരത്തെ ഖളാ വീട്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിസ്കരിച്ചാൽ 2 പ്രതിഫലവും കിട്ടത്തില്ലേ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ളുഹറിന് ശേഷം 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണ്ടേ? സുന്നത്ത് നിസ്കരിക്കില്ലേ? എൻ്റെ ജീവിതത്തിൽ ഖളാ ആയി പോയ ഒരു ളുഹറിൻ്റെ ഫർദ് ഞാൻ അള്ളാഹുവെ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്തിട്ട് ആ ഫർദ് അങ്ങ് നിസ്കരിച്ച 2 പ്രതിഫലവും കിട്ടൂലേ? നമ്മളങ്ങനെ മനസ്സിലാക്കുക, അങ്ങനെ നമ്മൾ മുതലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാതെ അള്ളാഹുവെ ഖളാ ആയി പോയി എന്ന് പറഞ്ഞിട്ട് ഇനി തഹജ്ജുദ് നിസ്കരിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ചില തെറ്റിദ്ധാരണകൾ പലർക്കുമുണ്ട്. ഇതിനെക്കുറിച്ച് ഉസ്താദന്മാരോടൊക്കെ ചോദിച്ചു പഠിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ഇപ്പം എൻ്റെ വാട്സപ്പിൽ ഇന്നൊരു മെസ്സേജ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു സഹോദരി ചോദിക്കുന്നു, ഉസ്താദെ, മരിച്ച വീട്ടിൽ ദിക്ർ പറഞ്ഞു ഇത്ര, ഇന്ന് മരണ വീട്ടിൽ ദിക്റായിരുന്നു. ദിക്ർ പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് 1 ആണോ 2 ആണോ? ഇതാ സംശയം. മരണ വീട്ടിൽ 40,000-70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നമ്മുടെ ബദർ യുദ്ധം നടന്നിട്ടുണ്ടെന്നാ തോന്നണേ. സഹോദരി മെസ്സേജ് ഇട്ടിരിക്കുന്നു, ഉസ്താദ് ഇത് 2 ആയിട്ടാണോ പരിഗണിക്കുന്നത്, 1 ആയിട്ടാണോ പരിഗണിക്കുന്നത്? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെയാ അപ്പം അത് പരിഗണിക്കുന്നത്? പറ. നമ്മളെങ്ങനെ എന്ന് പറഞ്ഞ മരണ വീട്ടിൽ നമ്മൾക്ക് വീട്ടിൽ പറയത്തില്ല ദിക്ർ എങ്ങനെ പറയണേ? ലാ ഇലാഹ. ഇതെത്ര ദിക്ർ? 1 ആണോ 2 ആണോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.